ലക്ഷങ്ങൾ ചിലവാക്കി നീണ്ടകര ഹാർബറിൽ നിർമ്മിച്ച വ്യാപാര സമുച്ചയം മാസങ്ങൾ കഴിഞ്ഞിട്ടും ഇതുവരെ ഉദ്ഘാടനം ചെയ്ത് തുറന്നുകൊടുത്തിട്ടില്ല. LDF ഭരണകാലത്ത് നീണ്ടകര ഹാർബറിന് സമീപത്തായി പണികഴിപ്പിച്ച വ്യാപാര സമുച്ചയത്തിന്റെ ഷട്ടറുകൾ ഉൾപ്പെടെ തുരുമ്പെടുത്ത് നാശത്തിന്റെ വക്കിലാണ്. ലക്ഷങ്ങൾ മുടക്കി പണിത കെട്ടിടം സാമൂഹ്യവിരുദ്ധരുടെ താവളമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എവി ജയശങ്കർ തയ്യാറാക്കിയ റിപ്പോർട്ടാണ്. ലക്ഷങ്ങൾ ചിലവഴിച്ച് നിർമ്മിച്ച നീണ്ടകര ഹാർബറിലെ വ്യാപാര സമുച്ചയം പണി പൂർത്തിയായിട്ടും ഉദ്ഘാടനം ചെയ്യാതെ ഇങ്ങനെ കിടന്ന് നശിക്കുകയാണ്. നിലവിൽ ഈ കെട്ടിടം സാമൂഹ്യ വിരുദ്ധരുടെ ഒരു പ്രധാന കേന്ദ്രമായി മാറുന്ന സാഹചര്യമാണുള്ളത്. ഈ പട്ടികൾ ഉൾപ്പെടെ വന്ന് വിശ്രമിക്കുന്ന ഒരു ഇടമായി ഇവിടെ മാറിയിരിക്കുന്നു. ഇതൊക്കെ ഈ കടകൾക്ക് ഉൾപ്പെടെ ഷോപ്പ് നമ്പർ ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ട്. 18, 17, 16 അങ്ങനെ നമ്പർ ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതുവരെ നിർമ്മാണം പൂർത്തിയായി വർഷങ്ങളായിട്ടും ഇതുവരെ തുറന്നു നൽകാനായിട്ടില്ല. ഇത് പൂട്ടിയിട്ട് ഇവിടെ കമ്പിയൊക്കെ തന്നെ തുരുമ്പടിക്കുന്ന സാഹചര്യമാണിതാ. ഷീട്ട് കെട്ടുകളൊക്കെ കാണാം. സാമൂഹ്യ വിരുദ്ധരുടെ ഒരു കേന്ദ്രമായി ഈ വ്യാപാര സമുച്ചയം മാറുന്ന സാഹചര്യമാണുള്ളത്. ഇതിലൊക്കെ തന്നെ ഇപ്പോഴും വൈദ്യുതി ഉണ്ട്. പക്ഷേ ഒരു ഉപയോഗവും ഇല്ലാത്ത അവസ്ഥയിൽ ഈ കെട്ടിടവും പരിസര പ്രദേശവും കിടന്ന് നശിക്കുന്ന സാഹചര്യമാണുള്ളത്. മത്സ്യത്തൊഴിലാളികൾക്കും ഇതിന്റെ അനുബന്ധ മേഖലയിലുള്ള ആളുകൾക്കൊക്കെ ഉപയോഗപ്രദമാകേണ്ട ഒരു സംവിധാനമാണ്. പിന്നെ കിഴക്ക് ഇപ്പുറത്തുള്ള കച്ചവടക്കാർക്ക് വേണ്ടി അത് കെട്ടിയത്. ഇത് അവർക്ക് ഇത് ഉദ്ഘാടനം ചെയ്ത് അവർക്ക് കൊടുക്കാൻ പോലും അധികൃതർ ശ്രമിക്കുന്നില്ല. ഇങ്ങോട്ട് കച്ചവടമൊക്കെ വന്നു കഴിഞ്ഞാൽ ആളുകൾക്ക് ഭയങ്കര സൗകര്യമായിരിക്കുമല്ലോ അല്ലേ? നല്ല രീതിയിൽ ചായ കൊടുക്കാനും പിടിക്കാനും എല്ലാവരും അവർ ചെറിയ കുടിസ് റൂമിനകത്തൊക്കെ ചായ ഒഴിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഇത് കുറെ കാലം ഇത് മാത്രമല്ല, ഈ ഹാർബറിന്റെ മൊത്തത്തിലുള്ള ശോചനീയാവസ്ഥയാണ്. ഈ ഹാർബറിനകത്ത് 2 ബോട്ട് ഒരുമിച്ച് കയറി കിടക്കാൻ പറ്റാതെ ഇവിടെ പെട്ടികിടക്കുന്ന ഒരു അവസ്ഥയിലാണ്. മുടക്കി ഒരു പ്പെടുന്ന അതിനുള്ള ഇവിടെ എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. വാഷ് ബേസിന് ഉൾപ്പെടെ സംവിധാനങ്ങൾ, വയറിംഗ് ഒന്നും ഒരു കേടുമില്ല. വൈദ്യുതി ഉൾപ്പെടെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഓഫാക്കിയിട്ടിരിക്കുകയാണ്. സ്വിച്ചൊക്കെ എല്ലാം പ്രവർത്തനക്ഷമമാണ്. ഒന്ന് തുറന്നു പ്രവർത്തിക്കാനുള്ള നടപടികൾ മാത്രം എടുത്താൽ മതി. കോടികൾ അല്ലെങ്കിൽ ലക്ഷങ്ങൾ മുടക്കി സർക്കാർ സംവിധാനത്തിൽ പണിതൊരു കെട്ടിടമാണ് ഒരു ഉപയോഗവും ഇല്ലാതെ ഇങ്ങനെ പട്ടിപെറ്റ് സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമായി തുടരുന്നത്. ഈ കാഴ്ച വലിയ വേദനയാണ്. ഈ വാർത്ത കണ്ടെങ്കിലും ബന്ധപ്പെട്ട അധികൃതർ, ചവറയുടെ MLA-യും മന്ത്രിയുമായ ഷിബു ബേബി ജോണെങ്കിലും ഈ വിഷയത്തിൽ ഇടപെടണമെന്നാണ് നമ്മുടെ ഒരു അഭ്യർത്ഥന. വീഡിയോ ജേർണലിസ്റ്റ് വിനയ് രാജിനൊപ്പം റിപ്പോർട്ടർ എവി ജയശങ്കർ, റിപ്പോർട്ടർ, കൊല്ലം.